ഹായ്, ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം ഫേസ്ബുക്കിലെ ഫോളോവേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഞാൻ ഇന്നലെ എൻ്റെ ഫേസ്ബുക്കിലുള്ള ഫ്രണ്ട് ലിസ്റ്റ് പരിശോധിച്ചു. പിന്നെ ഫേസ്ബുക്കിൽ വരുന്ന ഈ പല ആളുകളുടെയും പ്രൊഫൈൽ ഞാനൊന്ന് പരിശോധിച്ചപ്പോൾ വലിയൊരു അത്ഭുതം തന്നെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. കാരണം പലർക്കും 25,000, 15,000, 50,000, 30,000 ഒക്കെ ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷെ അവരാരും തിരിച്ച് ഫോളോ ചെയ്ത ആളുകളല്ല, 0 ഫോളോ ചെയ്ത ആളുകളുണ്ട്. ചില ആളുകൾ 2 or 3 ഫോളോവിങ്ങേ അവർക്കുള്ളൂ. ചില ആളുകൾക്ക് കൂടിപ്പോയ 10 or 15. എന്നാൽ ഇവർക്കൊക്കെ 25,000, 30,000, 40,000 ഫോളോവേഴ്സ് ഉണ്ട്. ആ 40,000 ഫോളോവേഴ്സിൽ ഒരാൾ ഞാനും ഒരാൾ നിങ്ങളുമാണ്. പക്ഷേ ആ എന്നെയും നിങ്ങളെയൊന്നും അയാളുടെ ഫ്രണ്ട് ലിസ്റ്റിൽ കൂട്ടാനും അയാൾക്ക് സാധിച്ചിട്ടില്ല. കാരണം എന്താ? നമ്മൾ കൊള്ളാത്ത ആൾ. ഫേസ്ബുക്കിൽ ഒരാളെ ഫോളോ ചെയ്യുന്ന പ്രത്യേക പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. അല്ലെങ്കിൽ ഒരാളെ ഫോളോ ചെയ്തത് കൊണ്ട് വലിയ മലക്കമറിയാനൊന്നുമില്ല. ഒരു സാമാന്യ മര്യാദ, ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമായിട്ട് അല്ലേ, ഒരു സുഹൃത്തിനെ കണ്ടെത്തുക, ആ സുഹൃത്തിന് വേണ്ട പരിഗണന കൊടുക്കുക. അപ്പോൾ നമ്മളൊരു പരിചയമില്ലാത്ത ഒരാളെ അങ്ങോട്ട് ഫോളോ ചെയ്തു, അയാൾ തിരിച്ച് അയാൾ നോക്കണം അയാൾക്ക് എത്ര ഫോളോവിങ് ഉണ്ടെന്ന്. അത് നോക്കിയിട്ട് അയാളെ ഫോളോ ചെയ്ത ആളുകൾ തിരിച്ച് ഫോളോ ചെയ്യാനുള്ള സാമാന്യ മര്യാദ അയാൾ കാണിക്കണം. അങ്ങനെ പലരും കാണിച്ചിട്ടില്ല, ബഹുഭൂരിപക്ഷ ആളുകളും കാണിച്ചിട്ടില്ല. അതിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണ്. പെണ്ണുങ്ങളെ സംബന്ധിച്ചോളം ഒരാളെയും പെണ്ണുങ്ങൾ തിരിച്ച് ഫോളോ ചെയ്തിട്ടില്ല. പക്ഷേ ഈ കണ്ട പെണ്ണുങ്ങളെയൊക്കെ ഫോളോ ചെയ്ത ഒരു കൂട്ടത്തിൽ പെണ്ണുങ്ങളെക്കാളും കൂടുതൽ ഫ്രണ്ട്സ് ഉള്ളതും ഇവർ ആണുങ്ങളാണ്. അതിൽ ബഹുഭൂരിപക്ഷം നേരം രോഗികളാണെന്ന് പറഞ്ഞാൽ അല്ല പിന്നെ എന്താ പറയണ്ടായിരുന്നു. ഇപ്പോൾ പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത്. ആ ഫോളോവേഴ്സിൽ 30,000 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ 27,000 ആണുങ്ങൾ തന്നെയാണ് അവരെ ഫ്രണ്ട് ലിസ്റ്റിൽ ഫോളോ ചെയ്തിട്ടുള്ളത്. ഈ പെണ്ണുങ്ങളുടെയും ആണുങ്ങളെ ഫോളോ ചെയ്തൊക്കെ വളരെ വിരളമാണ്. പിന്നെ ഏതെങ്കിലും സെലിബ്രിറ്റിയെ അല്ലെങ്കിൽ ഏതെങ്കിലും പൈസക്കാരെയോ അങ്ങനെ നിങ്ങൾ അറിയപ്പെടുന്ന കുറച്ച് ചെറുപ്പക്കാരെ അങ്ങനെ എന്തെങ്കിലും സെലിബ്രിറ്റി ആയിട്ടുള്ള ആളുകൾ അവർ ഫോളോ ചെയ്തിട്ടുണ്ടാവും. സെലിബ്രിറ്റി ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മൾ സെലിബ്രിറ്റി ആക്കിയ ആളുകൾ. ഇപ്പോൾ നമ്മളൊരുപാട് പേര് നമ്മളെല്ലാവരും ചേരുമ്പോഴാണല്ലോ ഒരാൾ സെലിബ്രിറ്റി ആകുന്നത്. അപ്പോൾ നമ്മളിൽ നിന്ന് 1 ഫോളോ, അങ്ങനെ 2 ഫോളോ, 3 ഫോളോ, 1 ഫോളോയിൽ നിന്നാണ് 1 മില്യൺ ഫോളോവേഴ്സിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ചിലർക്ക് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് വേണം അവർക്ക് തിരിച്ച് നമ്മളെ ഫോളോ ചെയ്യാനോ നമ്മുടെ കമൻറ്റും ലൈക്കും വേണ്ട, നമ്മളെ ഫോളോ ചെയ്യാനോ എനിക്ക് വലിയൊരു പ്രയാസവും വിഷമവും തോന്നി. കാരണം നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ആരുടെ കുത്തകയൊന്നുമല്ല. നമ്മൾ ആരെങ്കിലും ലൈക്ക് അടിക്കാനോ കാഴ്ച കാണാനോ ഫോളോ ചെയ്യാനില്ലെങ്കിലും ഒരുത്തനും അവിടെ സെലിബ്രിറ്റി ആകുന്നില്ല, ഇൻഫ്ലുവൻസർ ആകുന്നില്ല അല്ല. യൂട്യൂബറും ഇൻഫ്ലുവൻസറും ഇൻസ്റ്റാഗ്രാമറും അങ്ങനെ ഒരു മണ്ണാങ്കട്ടിയും ഒരാളും ആകുന്നില്ല, ഒരാൾക്കും ഒരാൾ അറിയാനും പോകുന്നില്ല. അപ്പോൾ എല്ലാം തുടങ്ങിയത് ഒന്നിൽ നിന്നാണ്. ആയിരങ്ങളിൽപ്പെട്ട ഒരാളെ ലൈക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാളെ ഫോളോ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു ഫോളോയിൽ നിന്നാണ് അങ്ങനെ ഒരുപാട് ഫോളോ ഉണ്ടായിട്ടുള്ളത്. 1,000 ഫോളോ ഉണ്ടായിട്ടുള്ളത്, 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിട്ടുള്ളത്, 2 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിട്ടുള്ളത്, അങ്ങനെ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടായിട്ടുള്ളതൊക്കെ ഒരു ഫോളോയിൽ നിന്നാണ്. എന്നിട്ട് ഇവർക്ക് എന്നെ തിരിച്ച് ഫോളോ ചെയ്യാൻ മടി. അല്ലെങ്കിൽ എന്തിന് ഇത്തരക്കാരെ നമ്മൾ ഫോളോ ചെയ്യണം? ഞാൻ ഈ ഒരു വിഷയത്തിൻ്റെ ആമുഖമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ അത്തരക്കാരെ അൺഫോളോ ചെയ്തു. ആവശ്യമില്ല. മിനിമം ഒരു 5,000 ഫോളോവേഴ്സുള്ള ആൾ മിനിമം ഒരു 2,000 ആളുകളെയെങ്കിലും ഫോളോ ചെയ്തിരിക്കണം. അതല്ലേ ഒരു സാമാന്യ മര്യാദ, ഗീവ് ആൻഡ് ടേക്ക്. അല്ലെങ്കിൽ ഞാൻ മാത്രമേ വലിയ ആൾ, എനിക്ക് 2 കൊമ്പും 4 കാലും, നിങ്ങളൊക്കെ ഇരുകാലി ജന്മങ്ങൾ എന്നുള്ളൊരു അഹംഭാവമല്ലേ? എന്നെപ്പോലെ സാധാരണക്കാരായ ആളുകൾ, എന്നെ ഫോളോ ചെയ്ത ആളുകളെ, അതുപോലെ തന്നെ നമ്മളെ ഫോളോ ചെയ്ത ആളുകളെ, ഈ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരു 5,000 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ മിനിമം 2,500 ആളെങ്കിലും നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. അതാണ് സാമാന്യ ബുദ്ധി, സാമാന്യ മര്യാദ. അത് കാണിക്കാത്തവന്മാരൊക്കെ ഞാൻ അൺഫോളോ ചെയ്തു. ഞാനീ പറയുന്ന കാര്യം തെറ്റാണ്. നിങ്ങൾ പ്രൊഫൈൽ ചെക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റുള്ള ആളുകളെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്ത വിവിധ ആളുകളെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അവരുടെയൊക്കെ പ്രൊഫൈലിൽ താഴെ കാണാം 25,000, 15,000, 30,000, 40,000 ഫോളോവേഴ്സ്. പക്ഷെ അവർ ഫോളോ ചെയ്ത എത്ര ആളെയൊന്നും അവിടെ കാണിക്കുന്നുണ്ടല്ലേ? ഭൂരിപക്ഷം ആളുകളും 0, തിരിച്ച് ഒരാളെ പോലും ഫോളോ ചെയ്യാത്ത ആളുകൾ എടുക്കുന്നുണ്ട്. ഞാൻ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ കാണിക്കാം. ചില ആളുകൾ പേരിന് 2 or 3 ആളെ ഫോളോ ചെയ്ത ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾ കൂടിപ്പോയ ഒരു 100 or 150 പേരെ തിരിച്ച് ഫോളോ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നിട്ടും നമ്മളിതിന് അത്രക്കാരെ തന്നെ തേടി പോകുന്നു. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നമുക്കുണ്ടോ ഫേസ്ബുക്കിനും ഇൻസ്റ്റാഗ്രാമിലും ഇന്നത്തെ സോഷ്യൽ മീഡിയയൊക്കെ നേരെയും പേരും നമ്മൾ പറയുന്ന വാക്കിനും വിലയുണ്ട്. നമ്മളും മറ്റുള്ളവരെ പോലെ തന്നെയാണ്. നമുക്കില്ലാത്ത എന്തെങ്കിലും സ്പെഷ്യലൊന്നും മറ്റുള്ളവർക്കില്ല. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാൻ പറ്റുന്ന ആളുകൾ മാത്രം പോരെ, അല്ലാത്തവരെ നമ്മളതിന് ഫ്രണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. അല്ലാത്തവർക്ക് നമ്മളതിന് സമയം കണ്ടെത്തണം. അതുകൊണ്ട് ഞാൻ അത്രക്കാരെ തിരഞ്ഞു പിടിച്ച് അൺഫോളോ ചെയ്തിട്ടുണ്ട്. ഏകദേശം 150ഓളം ആളുകളെയാണ് ഞാൻ ഇന്നലെ അൺഫോളോ ചെയ്തത്. ആവശ്യമില്ല, അങ്ങനെ എക്സ്ട്രാ കൊമ്പുള്ള ആളൊന്നും ഫേസ്ബുക്കിൽ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും പരിശോധിച്ച് നോക്കുക. ഒരു മിനിമം ആളുകളെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റാത്ത ഒരാൾ, അയാളെ പൊക്കി പിടിച്ച് നടന്നിട്ട് അയാൾക്ക് വേണ്ടി മാത്രം
സിന്ദാബാദ് വിളിച്ചിട്ട് പോകേണ്ട ആവശ്യം നമുക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്തത് കാണാൻ പറ്റും ഇത്തരക്കാരുടെ ആ ഒരു സാമാന്യ മര്യാദ. കാരണം അവരൊക്കെ വലിയ അഹങ്കാരികൾ, വലിയ കൊമ്പുള്ള ആളുകൾ, നമ്മളൊക്കെ ചപ്പുചവറുകൾ എന്നുള്ള അഹംഭാവം തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവനൊക്കെ പറയാനുള്ളത് ഞാൻ ആവർത്തിക്കുന്നില്ല, തിരിച്ച് ഫോളോ ചെയ്യാത്ത ഒരാളെയും നമ്മളിനി ഫോളോ ചെയ്യാൻ പാടില്ല. ഞാൻ അത്തരക്കാരെ അൺഫോളോ ചെയ്ത് കഴിഞ്ഞു.